നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ 2 ആനകൾ വരുന്ന ഔദ്യോഗിക ചിഹ്നമാണ് ഇവിടെ പുല്ലിൽ തീർത്ത് വച്ചിരിക്കുകയാണ്. ഈ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ മുമ്പിലായിട്ടാണ്. വളരെ നല്ലൊരു കാഴ്ചയാണ്. നല്ല ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണിത്. അപ്പം എല്ലാവരും വന്ന് കാണുക. ഈ നേപ്പിയർ മ്യൂസിയത്തിന് മുമ്പിലാണ് ഈ ഒരു സംവിധാനം. കണ്ടോ എന്ത് ഭംഗിയുണ്ട്. നല്ലൊരു നടപ്പാത, വളരെ നല്ലൊരു ഫീലിംഗാണ്. ഇവിടെ ഒരു ചെറിയ ഗാർഡന്. ഇവിടെയാണ് നേപ്പിയർ മ്യൂസിയത്തിലേക്ക് ഒന്നും പോകുന്ന വഴി. ഈ ചെടി നല്ല ഭംഗിയാണ്. അത് കണ്ടില്ലേ, നേപ്പിയർ മ്യൂസിയത്തിന് ഒരു അലങ്കാരമാണിത്. ഇവിടെ സൂര്യകാന്തി ഇങ്ങനെ നിരത്തി ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ട്. അതിന് പുറകിൽ മുല്ലയുണ്ട്, കുറ്റിമുല്ലയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആ സൂര്യകാന്തി പൂവ് ക്രമത്തിലിങ്ങനെ നിർത്തിയേക്കുന്നത്. ഇവിടെ ഇത് അതിൻ്റെ ചുറ്റുമൊക്കെ ഒരുപാട് ചെടികളും ഇലച്ചെടികളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. നമുക്ക് നേപ്പിയർ മ്യൂസിയത്തിലേക്ക് കടക്കാം. നേപ്പിയർ മ്യൂസിയത്തിലേക്ക് ഇങ്ങനെയാണ് വന്ന് ചേരുന്നത്. എൻ്റെ ഇവിടെ ഇങ്ങനെ കുറേ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് പഴയ ഒരു കളത്തട്ടിൻ്റെ മാതൃക, വലിയൊരു സംഭവം. അതിൻ്റെ മേളിലത്തെ ആ ഗോൾ ഗുംബമൊക്കെ നല്ലൊരു ഇതാണ് നേപ്പിയർ മ്യൂസിയം. നമുക്ക് നേപ്പിയർ മ്യൂസിയത്തിലേക്കൊന്ന് കിടക്കാം. ആർട്ട് മ്യൂസിയം ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ മുമ്പിലെ അതുവഴി ഇങ്ങനെ വന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത്, അപ്പോൾ കൗണ്ടറിൽ മേളിൽ ഈ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഈ വശത്തൂടെയാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇടതുവശത്തൂടെ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെയാണ് എൻട്രി. ഇവിടെ നല്ല കുറേ ചെടികളൊക്കെ, നല്ല രീതിയിൽ ഗാർഡനുണ്ട്. വന്ന് ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷം. നല്ല ചുമന്ന തെറ്റിപ്പൂവ് കണ്ടോ ആ കാഴ്ച. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് ഒരാമുഖമായിട്ട് ഇതാണ് നേപ്പിയർ മ്യൂസിയത്തിലേക്ക്, ആർട്ട് ഗാലറിയിലേക്കുള്ള എൻട്രൻസ്. ഈ നേപ്പിയർ മ്യൂസിയത്തിലെ ആർട്ട് ഗാലറിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാനൊരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ കൊടുത്തേക്കുന്നത്. napier.museum.org. അതിൽ ചെന്നിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മൊബൈലിൽ. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. ഇതുവഴിയാണ് എൻട്രൻസ്. ലോഹത്തിൽ നിർമ്മിച്ച അതിപുരാതനങ്ങളായിട്ടുള്ള നിരവധി ശില്പങ്ങൾ, ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ അതേപോലെ തുല്യരായിട്ടുള്ളവരുടെ ശില്പങ്ങൾ ഇവിടെയുണ്ട്. തടി കൊണ്ടുള്ള നല്ല ശില്പഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ആനക്കൊമ്പൽ തീർത്ത വിഗ്രഹങ്ങളും ശില്പങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ കാഴ്ചയ്ക്കുതകുന്ന നല്ല രൂപങ്ങൾ പഴയ കാലത്ത് നിർമ്മിച്ചവയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴയ പാത്രങ്ങളും പൂജാപാത്രങ്ങളും ഒക്കെ ഇവിടെ വിശേഷമായിട്ടുണ്ട്. തടിയിൽ തീർത്ത ദേവവിഗ്രഹങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ട്. ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. നിരവധിയായിട്ടുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുള്ള ശില്പങ്ങളും അത് ലോഹത്തിൽ തീർത്തതും തടിയിൽ തീർത്തതുമായിട്ടുള്ള നിരവധി ശില്പങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്നത് കല്ലിൽ തീർത്ത അഗസ്ത്യമുനി തുടങ്ങിയ മഹർഷിമാരുടെയും ദേവന്മാരുടെയും ശില്പങ്ങളാണ്. കൂടാതെ നാണയങ്ങളെക്കുറിച്ചും മറ്റ് കലാരൂപങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പ്രദർശനയും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ സംഗീതോപകരണങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. രുദ്രാക്ഷത്തിൽ തീർത്ത വളരെ മനോഹരമായിട്ടുള്ള ചില മാലകളും പഴയകാല ശില്പങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ
ഇങ്ങനെ നല്ല ഗാർഡൻ ഉണ്ട്, ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മുടെ ഈ ഫൗണ്ടൻ ഒന്ന് കണ്ടു. അതുപോലെ ഫ്രണ്ടിൽ അങ്ങോട്ട് വഴിയുണ്ട്. ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടുകാരും ഹിന്ദിക്കാരും ഒക്കെയാണ് വരുന്നത് തോന്നുന്നു. മലയാളികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനോ ഒന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു. കാര്യം ഒരു 90% മലയാളികളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് മുമ്പിലെ ഒരു വെള്ളച്ചാട്ടമാണ്. ഫൗണ്ടനാണ്. ഇങ്ങനെ വന്നു ഇഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. ഇങ്ങനെ കയറുന്നു. ഇവിടെ ഉണ്ട് കോഴിപ്പൂവ്, ഇവിടെ മുല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഇത്തരം ചെടികൾ ഒരുപാടുണ്ട്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ അതിൻ്റെ ഇടത്തെ സൈഡിലെ കോർണർ വ്യൂ ആണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള കോഴിപ്പൂവ് പോലത്തെ ചെടി. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭംഗി കണ്ടോ, പഴയകാല നിർമ്മാണ രീതി, വ്യാളിമുഖവും ഒരു കിളിവാതിലും ഒക്കെ കൂടെ. ചുവന്ന നിറത്തിലുള്ള കോഴിപ്പൂവ് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ. ഇത്രയും വലിയൊരു ചെമ്പകം കണ്ടിട്ടില്ല. പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് തിരിച്ച് ഇതിൻ്റെ ബാക്കിയുള്ളൊരു മ്യൂസിയം ഉണ്ടല്ലോ, അവിടേക്ക് പോകാം.